ലീക്കായി എന്റെ സർപ്രൈസ് ലീക്കായി. കൊല്ലും. പറയാം. ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആവുമ്പോ എല്ലാരെങ്കിലും പറഞ്ഞ് കല്യാണം കഴിക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും ഇവിടെ തീക്കോ നമുക്കെല്ലാം അങ്ങനെ സൽക്കാര ഹോട്ടലിൽ പോകുന്നു. ചെറിയൊരു കേക്ക് വിളിച്ചു. എടാ വായോ വിസ്മയ ദിയ കോംബോ പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു. കഴിച്ചില്ല. ഭക്ഷണം പോലും പൊട്ടിത്തെറിച്ചു. ഞാൻ ഹാപ്പി അല്ലേ? പിന്നെ എങ്ങനെ? ഇല്ല, ഞാൻ ഹാപ്പിയാണ്. ഞാൻ ടോട്ടലി ഹാപ്പിയാണ്. പിന്നെ ഓഗസ്റ്റ് ഇനി എനിക്കൊന്നുകൂടെ പോകണം. ഒരു ചെറിയ പരിപാടീസൊക്കെ ബാക്കിയുണ്ട്. അതല്ല അതിന് സർജറി. ഓക്കെ, കുഴപ്പമില്ല. ഇനി നമുക്ക് ബാക്കി പിന്നെ തായി വന്നു വരാൻ എങ്ങോട്ടാ? അയാൾ അദ്ദേഹത്തോട് ദേഷ്യമുണ്ടോ? ദേഷ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ല. അത് ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്തു. അത് ഇനി ഇല്ലല്ലോ അതിനകത്ത്. അദ്ദേഹത്തോട് എന്താ പറയാനുള്ളത്? ഒന്നും പറയാം. എന്തിനാ പറഞ്ഞിട്ട്? ആ സമയത്ത് പോയി കാണണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ ചേട്ടൻ പോയതിന് ശേഷം നിങ്ങളുടെ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു? ഫ്രണ്ട്സിന്റെ ഇടയിലും ബന്ധുക്കളുടെ ഇടയിലൊക്കെ എല്ലാവരും പറയും, നമ്മളെല്ലാവരോടും പറയും സപ്പോർട്ട് ചെയ്യണം, കാണണം. അങ്ങനെ എല്ലാവർക്കും ഒത്തിരി സന്തോഷം. കാരണം എല്ലാവർക്കും കിട്ടുന്നൊരു അവസരമല്ലല്ലോ. നമ്മുടെ സ്വന്തം ചേട്ടന് ഒരു അവസരം കിട്ടിയപ്പോൾ നമുക്കും അത്രയും അഭിമാനം. നിങ്ങളുടെ ചാനലിലൊക്കെ ഈ സിജോ ചേട്ടൻ ബിഗ് ബോസ് 10 കൊണ്ട് യോജിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഇല്ലാന്നാണ് എല്ലാവരും പറയുന്നത്.